നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് പൊതുമേഖലയിൽ നിലനിർത്താൻ നിയമ നടപടികൾ തുടരുമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. കമ്പനി സ്വകാര്യ ഏജൻസികൾക്ക് വിട്ടുനൽകാൻ അനുവദിക്കില്ലെന്നും തൊഴിലാളികളുടെയും ജനങ്ങളുടെയും പിന്തുണയോടെ ഈ നീക്കത്തെ നേരിടുമെന്നും മന്ത്രി വ്യക്തമാക്കി. തൊഴിലാളി സംഘടനാ നേതാക്കളായ T രാധാഗോപി, M ഗോപാലകൃഷ്ണൻ, M സമീഷ്, ബാദുഷ കടലുണ്ടി, P ജയപ്രകാശൻ, P ഗണേശൻ, NK ശ്രീരഞ്ജു, M രാജു, MP സമീഷ് തുടങ്ങിയവർ മന്ത്രിയുമായി സംസാരിച്ചു. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ അറിയിപ്പ്. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും രോഗികളോടൊപ്പം സഹായിയായി ഒരാൾ മാത്രമേ നിൽക്കാൻ പാടുള്ളൂവെന്നും ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിയിൽ എത്തുന്നവരും മാസ്ക് ധരിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ആശുപത്രിയിൽ നേരിട്ട് പോകേണ്ടതില്ലാത്ത ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഫോണിലൂടെ ഈ സഞ്ജീവനി വഴി ഡോക്ടറുടെ സൗജന്യ സേവനം ലഭ്യമാണ്. കൂടാതെ നിപ്പ പ്രത്യേക OP സേവനങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെ ഈ സഞ്ജീവനിയിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കുമായി 104 1056 0471 255 2056 എന്നീ ദിശ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാം. വിവരം അറിയാനുള്ള അവകാശം ജനങ്ങളുടെ മൗലിക അവകാശമാണെന്നും ഔദാര്യമല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് TK രാമകൃഷ്ണൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച വിവരാവകാശ നിയമ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ സൗഹൃദ കളക്ടറേറ്റ് പ്രഖ്യാപനത്തിന്റെ പ്രാരംഭ നടപടികളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സെമിനാറിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അധ്യക്ഷത വഹിച്ചു. സബ് കളക്ടർ ഹർഷിലാർ മീണ, ജില്ലാ പോലീസ് മേധാവി T നാരായണൻ, ADMP സുരേഷ് എന്നിവർ സംസാരിച്ചു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് പ്രൊഫൈൽ വഴിയും www.keralapsc.government.in എന്ന കമ്മീഷന്റെ വെബ്സൈറ്റിലൂടെയും അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് 16/7/2025 തീയതിയിലെ ഗസറ്റ് വിജ്ഞാപനം, കമ്മീഷൻ വെബ്സൈറ്റ് എന്നിവ പരിശോധിക്കാം. പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടറുടെ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കീമിലേക്ക് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ജൂലൈ 19 വൈകിട്ട് 5 കോഴിക്കോട് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിലോ താമരശ്ശേരി, കോടഞ്ചേരി, പേരാമ്പ്ര ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ നൽകണം. ഫോൺ നമ്പർ 0495237634. CAPറ്റും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് കോഴിക്കോട് ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന 1 വർഷത്തെ സർട്ടിഫിക്കറ്റ് ഇൻ ഓഫ്സെറ്റ് പ്രിന്റിംഗ് ടെക്നോളജി കോഴ്സിലേക്ക് ജൂലൈ 30 വരെ അപേക്ഷിക്കാം. യോഗ്യത +2 അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ പ്രീ ഡിഗ്രി. SSLC പാസ്സായവർക്ക് KGTA പ്രീ പ്രസ് ഓപ്പറേഷൻ, പ്രസ് വർക്ക്, പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കും അപേക്ഷിക്കാം. അപേക്ഷാ ഫോം 100 രൂപയ്ക്ക് നേരിട്ടും 135 രൂപയ്ക്ക് തപാലിലും ഓഫീസ് ഇൻചാർജ് CAPറ്റ്, ബൈരായിക്കുളം സ്കൂൾ ബിൽഡിംഗ്, റാംമോഹൻ റോഡ്, ശിക്ഷക് സദന് പിൻവശം, കോഴിക്കോട് എന്ന വിലാസത്തിൽ ലഭിക്കും. ഫോൺ നമ്പർ 049527236666. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ ജോയിന്റ് ഡയറക്ടർ ആൻഡ് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി പ്രതിമാസ വാടക നിരക്കിൽ കാർ ലഭ്യമാക്കാൻ കൊട്ടേഷൻ ക്ഷണിച്ചു. അപേക്ഷ ജൂലൈ 22 വൈകിട്ട് 3 കോഴിക്കോട് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ കാര്യാലയത്തിൽ ലഭിക്കണം. ഫോൺ നമ്പർ 049523771188. ബേപ്പൂർ നടുവട്ടത്തെ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ ജൂലൈ 30, 31 തീയതികളിൽ കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ക്ഷീര കർഷകർക്ക് തീറ്റപ്പുൽ കൃഷിയിൽ പരിശീലന പരിപാടി നടത്തുന്നു. ആധാർ കാർഡിന്റെയും ബാങ്ക് പാസ്ബുക്കിന്റെയും പകർപ്പുകൾ പരിശീലന സമയത്ത് ഹാജരാക്കുന്നവർക്ക് ദിനബത്ത, യാത്രാബത്ത എന്നിവ ലഭിക്കും. താൽപ്പര്യമുള്ളവർ ജൂലൈ 26 വൈകിട്ട് 5 049524144579 ഫോൺ നമ്പർ മുഖാന്തരമോ നേരിട്ടോ പേര് രജിസ്റ്റർ ചെയ്യണം. പേരാമ്പ്ര ICDS പരിധിയിലെ കൂത്താളി പഞ്ചായത്തിലെ അങ്കണവാടി കം ക്രഷ് ഹെൽപ്പർ തസ്തികയിലേക്ക് കൂത്താളി പഞ്ചായത്ത് പരിധിയിലുള്ള സ്ഥിര താമസക്കാരായ പഞ്ചായത്തിലെ 18-നും 35-നും ഇടയിൽ പ്രായമുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു.
അപേക്ഷ ജൂലൈ 17 വൈകിട്ട് 5-നകം പേരാമ്പ്ര ശിശുവികസന പദ്ധതി ഓഫീസിൽ സ്വീകരിക്കും. അപേക്ഷാ ഫോമും വിശദവിവരണവും പേരാമ്പ്ര ശിശുവികസന പദ്ധതി ഓഫീസ്, കൂത്താളി പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.